ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ബിഗ് ബോസ് സീസൺ 6 ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ബിഗ് റൂമർ എന്ന് വെച്ചാൽ റൂമർ എന്ന് തന്നെ പറയാനുള്ള കാര്യം, നമ്മൾ ബിഗ് ബോസിന്റെ ഇന്നലത്തെ എൻ്റെ ഞാൻ ഇന്ന് ലൈവ് ചെയ്തില്ല. കാരണം ചില സാങ്കേതിക പ്രശ്നങ്ങൾ വന്നെങ്കിൽ ലൈവ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പം അതുകൊണ്ടാണ് ഇന്ന് ഈ സമയത്ത് ഒരു വീഡിയോയുമായിട്ട് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ബിഗ് റൂമറാണ് വന്നിരിക്കുന്നത്. റൂമർ എന്ന് തന്നെ ഇതിന് പറയണം. കാരണം ഓൾമോസ്റ്റ് ബിഗ് ബോസിൽ വന്നതും കോള് പോയതും ലിസ്റ്റ് വന്നതും കൺഫേം ആയതും ഒക്കെ പേരുകൾ, ഒരു 10-25 പേരുകൾ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് പലപ്പോഴായിട്ട്. ഇന്നലെ കംപ്ലീറ്റ് ആയിട്ട് ഒരു 25 പേര് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു. അതിനകത്തൊന്നും ഇല്ലാതെ ഇതുവരെ ബിഗ് ബോസിന്റെ ചർച്ച ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമിലും വരാത്ത 2 പേരുകൾ നമുക്ക് കിട്ടി. അത് എത്രത്തോളം സത്യം ഉണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും ഒരു ഉറപ്പില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു ബിഗ് റൂമറാണ് നമ്മുടെ മിഥുൻ രമേശും ലക്ഷ്മി മേനോനും. അവർ വളരെ ഫേമസ് ആയിട്ടുള്ള കപ്പിൾസ് ആണ്. മിഥുൻ ഒരു ആർജയാണ്, അതുപോലെ തന്നെ ഒരു ആങ്കറാണ്. ലക്ഷ്മി ഒരു ഇൻഫ്ലുവൻസർ ആണ്. നേരത്തെ തന്നെ ലക്ഷ്മി ഒരുപാട് വീഡിയോസ് ചെയ്യുമായിരുന്നു, ഒരുപാട് ട്രോൾ വീഡിയോസ് എന്ന് വെച്ചാൽ ഓൺ വോയിസിൽ ഓണായിട്ട് വന്ന് തന്നെ പലരെയും ട്രോളുന്ന രീതിയിൽ സംസാരിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ തന്നെ കുറെ റീൽസ് ചെയ്യുന്നുണ്ട് ലക്ഷ്മി, മകള് മിഥുനൊക്കെ ചേർന്ന് ഒരുപാട് റീൽസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് അവരുടെ ഒരു റീലൊക്കെ നല്ല ഹിറ്റാണ്. ഞാൻ ഇന്നുകൂടി കണ്ടതേ ഉള്ളൂ. അപ്പം അഥവാ അവര് 2 പേരും കപ്പിൾസ് ആയിട്ടോ ഒറ്റയ്ക്കോ അവര് ഒന്നെങ്കിൽ മിഥുനും ലക്ഷ്മി ഒരുമിച്ച്, അല്ലെങ്കിൽ മിഥുനോ ലക്ഷ്മി ആരെങ്കിലും ഒരാളോ ബിഗ് ബോസ് സീസൺ 6 എൻട്രി ചെയ്യാൻ പോകുന്നു ഒരു ബിഗ് റൂമർ കേട്ടു. റൂമേഴ്സിന് പഞ്ഞൊന്നുമില്ലല്ലോ, പക്ഷെ ഒരു റൂമർ കേട്ടു. അവര് വന്നാൽ വളരെ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതിന്റെ റൂമറിന്റെ വിശേഷങ്ങളും ഡീറ്റെയിൽസും ഒക്കെയാണ്. അതിനൊപ്പം ഞാൻ ആ 25 പേരുടെ ലിസ്റ്റ് ഞാൻ ലൈവിൽ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ആ വീഡിയോ ആയിട്ട് വേണമെന്നും കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ലിസ്റ്റ് ഞാൻ വായിക്കാം. ഞാൻ അതിൽ ആരുടെയും ഫോട്ടോ നിലവിൽ വെക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന പേരുകളാണ്. അപ്പോൾ നമ്മൾ പ്രത്യേകം വീഡിയോ ഫോട്ടോ ഒക്കെ വെച്ച് നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഒന്ന് ഋഷിയാണ്, നമ്മുടെ മുടിയൻ, നമ്മുടെ ഉപ്പുമുളകിലെ മുടിയൻ ഋഷിയാണ് ഒന്നാമത്. രണ്ടാമതായിട്ട് പൂജ കൃഷ്ണ എന്ന് പറയുന്ന ഒരു ആക്ട്രസ് ആണ്. മൂന്നാമതായിട്ട് അഖിൽ ആനന്ദം എന്ന് പറയുന്ന ഒരു സീരിയൽ ആക്ടറാണ്. നാലാമതായിട്ട് യമുന റാണി എന്ന് പറയുന്ന ഒരു കുറെ പഴയ നായികയാണ്. എല്ലാവർക്കും അറിയാം, സീരിയൽസിലുണ്ടായിരുന്നു, സിനിമാസിലുണ്ടായിരുന്നു. യമുന റാണി എന്ന് പറയുന്ന ഒരു നായികയാണ്, മലയാളിയാണ്. അഞ്ചാമതായിട്ട് ബിനോയ് വർഗീസ് എന്ന് പറയുന്ന ഒരു ആങ്കറാണ്. ഏഷ്യാനെറ്റിന് തന്നെ ഒരു ആങ്കറായിട്ട് വന്നിട്ടുള്ള ഒരു ബിനോയ് വർഗീസ് ആണ്. ആറാമതായിട്ട് ജാസ്മിൻ ജാഫർ, ഇൻഫ്ലുവൻസർ ആണ്, യൂട്യൂബർ ആണ്. ആ ഇൻഫ്ലുവൻസർ ആണ് ജാസ്മിൻ, എല്ലാവർക്കും അറിയാം, ബ്യൂട്ടി ബ്ലോഗറാണ്. ഏഴാമതായിട്ട് ബിനീഷ് ബാസിനെ അറിയാത്ത ആരുള്ള? എല്ലാ മലയാളിക്കും ബിനീഷ് ബാസിനെ അറിയത്തില്ല. ടീമിനെ അറിയാത്ത ആരുണ്ട്? എട്ടാമതായിട്ട് സീറിയ കാലഞ്ചേരി എന്ന് പറയുന്നത് നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വീഡിയോ കാണാത്ത മലയാളികളും ചുരുക്കമല്ലേ. അപ്പൊ നമുക്കറിയാം സീരിയൽ കാലഞ്ചേരിയെ വളരെ മനോഹരമായിട്ട് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞു തന്നിട്ടുണ്ട്. 9ാമതായിട്ട് സീരിയൽ നായിക നടി ശരണ്യ ആനന്ദ്, ഏഷ്യാനെറ്റിന്റെ കുടുംബത്തിൽ നിന്ന് തന്നിട്ടുള്ള ആള്. 10ാമതായിട്ട് നയന ജോസ്, ഒരു മോഡലാണ്. 11ാമതായിട്ട് നമ്മുടെ സ്വന്തം ബീന ആന്റണി, സീരിയൽ ആക്ട്രസ് ആണ്. 12ാമതായിട്ട് അമയ പ്രസാദ് എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡർ ആണ്. 13ാമതായിട്ട് അഡ്വക്കേറ്റ് പത്മലക്ഷ്മി എന്ന് പറയുന്ന മറ്റൊരു ട്രാൻസ്ജെൻഡർ ആണ്. 14ാമത്തെ ഷാലുപ്പയാണ്, ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ആണ്. പക്ഷെ കൂടുതലായിട്ടും ഡോക്ടർ റോബിന്റെ വിഷയത്തിലെ ഷാലുപ്പയാലിനെ അറിയാത്തവരായിട്ടും കാണില്ല. 15ാമതായിട്ട് നമ്മുടെ മല്ലു ജെഡി മുകേഷ്, ഫുഡ് വ്ളോഗർ മുകേഷ്. 16ാമതായിട്ട് ശ്രീലക്ഷ്മി അറക്കൽ, ആക്ടിവിസ്റ്റ് ആണ്. 17ാമതായിട്ട് സിദ്ധാർത്ഥ് പ്രഭു. 18ാമതായിട്ട് അപ്സര ആൽബി. 19ാമതായിട്ട് സീരിയൽ ആക്ടർ രാജീവ് പരമേശ്വരൻ. 20ാമതായിട്ട് സിനിമാ നടൻ കലാഭവൻ നവാസ്. 21ാമതായിട്ട് നമ്മുടെ സ്വന്തം ആങ്കർ ആക്ട്രസ് ആയ ഡയാന ഹമീദ്. 22ാമതായിട്ട് നമ്മുടെ സ്വന്തം ഇൻഫ്ലുവൻസർ അമല ഷാജി. 23ാമതായിട്ട് സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ. 23 പേരുടെ പേര് പറഞ്ഞു. 24, 25 കോമണൈസ് ആണ്. നിലവിൽ കോമണൈസിന്റെ ഒഡീഷനും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഫൈനൽ ഒഡീഷനിലേക്ക് എത്തി, അവസാനം 5ലേക്ക് എത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഇവരിലേക്കാണ് മിഥുൻ രമേശിന്റെയും അതുപോലെ തന്നെ ലക്ഷ്മി മേനോന്റെയും പേരുകൾ നമ്മൾ കേൾക്കുന്നത്. അത് വലിയ റൂമേഴ്സ് അല്ലേ? അവരെങ്ങനെ വന്നാൽ എങ്ങനെ ഉണ്ടാവും, അവർ വരുമോ എന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യും. ഇപ്പൊ ലക്ഷ്മി വന്നാൽ സൂപ്പർ ആയിരിക്കും. അവർക്കൊരു മകളുണ്ട്, തൻവി എന്ന് പറയുന്ന, പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേറെ ആരെങ്കിലും കേൾപ്പിക്കേണ്ടി വരും. അതുപോലെ തന്നെ ബിഗ് ബോസ് വരുവാണെങ്കിൽ ഇപ്പൊ ആർജയാണ്, അതുപോലെ തന്നെ
ഫ്ലവേഴ്സിൽ തന്നെ ഒരു ആങ്കർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ലീവ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ പ്രോഗ്രാം ഒക്കെ മാറ്റി വെച്ചിട്ട് വേണം ബിഗ് ബോസിൽ വരാന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കും ഇത് വരാൻ സാധ്യത കുറവാണെങ്കിൽ ചിലപ്പോൾ ലക്ഷ്മി വരാനുള്ള സാധ്യത വളരെ വലുതാണ്. ഇവർ രണ്ടുപേരും ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ഇട്ടെങ്കിലും വന്നാൽ കൊള്ളാമായിരുന്നു. കാരണം വളരെ സക്സസ്ഫുൾ കപ്പിൾസ് ആണ് ഈ രണ്ടുപേരും എന്ന് പറയുന്നത്. ഭയങ്കര പോസിറ്റീവ് ആണ്. അവരുടെ വീഡിയോസ് കാണുമ്പോൾ നമുക്കൊക്കെ ഒരു പോസിറ്റീവ് എനർജി കിട്ടാറുണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരും ബിഗ് ബോസിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ബിഗ് ബോസിലേക്ക് മിഥുൻ എത്തുന്നു അല്ലെങ്കിൽ ലക്ഷ്മി എത്തുന്നു, രണ്ടുപേരും ഒരുമിച്ച് എത്തുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര റൂമർ നടക്കുന്നുണ്ട്. അപ്പൊ ആ റൂമർ ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. വന്നാൽ മനോഹരം, വന്നില്ലെങ്കിലും മലയാളിക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം നിങ്ങൾ രണ്ടും നമ്മുടെ സ്വന്തം ആൾക്കാരല്ലേ എന്ന് വിചാരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു ഡീറ്റെയിൽസുമായിട്ട് ബിഗ് ബോസ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം. ദിസ് ഇസ് ചിന്ത സൈനിങ് ഓഫ്.